15ാം കേരള നിയമസഭയുടെ 16ാമത് സമ്മേളനത്തിന്റെ 3ാം ദിന വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അന്തരിച്ച മുൻ സാമാജികർക്ക് ചരമോപചാരം അർപ്പിച്ചുകൊണ്ടാണ് 16ാം സമ്മേളനത്തിന്റെ 3ാം ദിനം ആരംഭിച്ചത്. മുൻ മന്ത്രിമാരായ MR രഘുചന്ദ്രപാൽ, VK ഇബ്രാഹിം കുഞ്ഞ്, മുൻ MP തോമസ് കുതിരവട്ടം, മുൻ MLA മാരായിരുന്ന ബാബു M പാലിശ്ശേരി, KK നാരായണൻ, PM മാത്യു എന്നിവർക്ക് സ്പീക്കർ AN ഷംസീർ ചരമോപചാരം അർപ്പിച്ചു. ജനകീയ നേതാവ്, മികച്ച സംഘാടകൻ, കലാകാരൻ എന്നീ നിലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച രഘുചന്ദ്രപാൽ നിയമസഭാ നടപടികളിൽ സജീവമായി ഇടപെടുന്ന രംഗം കൂടിയായിരുന്നു. അദ്ദേഹം ജനമനസ്സുകളിൽ എന്നും ഓർമ്മിക്കപ്പെടും. VK ഇബ്രാഹിം കുഞ്ഞ് സംസ്ഥാനത്തിന്റെ വളർച്ചയിൽ തന്റേതായ പങ്കുവഹിച്ച വികസന പ്രവർത്തനം അദ്ദേഹം കാണിച്ച ജാഗ്രതയും സംഘാടക മികവും എന്നും സ്മരിക്കപ്പെടും. തോമസ് കുതിരവട്ടം അധികാരത്തിന്റെ പകിട്ടുകളെക്കാൾ സാധാരണക്കാരുടെ സ്നേഹത്തിന് വില കൽപ്പിച്ച നേതാവായിരുന്നു. ലളിതമായ ജീവിത ശൈലിയും ജനങ്ങളുടെ ഊഷ്മളമായ പെരുമാറ്റവും ബാബു M പാലിശ്ശേരിയെ വേറിട്ട് നിർത്തി. KK നാരായണന്റെ വിയോഗം കേരളത്തിന്റെ പൊതുജീവിതത്തിനും ജനാധിപത്യ സഹകരണ പ്രസ്ഥാനങ്ങൾക്കും തീരാ നഷ്ടമാണ്. സത്യസന്ധതയും ലളിത ജീവിതവും മുഖമുദ്രാക്കിയിരുന്ന PM മാത്യു കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുമായി സൗഹൃദം പുലർത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ വിയോഗം കേരള രാഷ്ട്രീയത്തിന്, പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂറിലെ രാഷ്ട്രീയ സാമൂഹിക മേഖലകൾക്ക് വലിയൊരു നഷ്ടമാണ്. അന്തരിച്ച മഹത് വ്യക്തികളുടെ ആദരസൂചകമായി നമുക്ക് അല്പസമയം എഴുന്നേറ്റ് നിൽക്കാം. ശബരിമല സ്വർണ്ണപ്പാളി വിഷയം ചൂണ്ടിക്കാട്ടി സഭ ആരംഭിച്ചപ്പോൾ തന്നെ തുടർ നടപടികളോട് പ്രതിപക്ഷം നിസ്സഹകരിച്ചു. ശബരിമല സ്വർണ്ണപ്പാളി വിഷയം ചൂണ്ടിക്കാട്ടി സഭാ നടപടികളോട് നിസ്സഹകരിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. വിഷയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഞങ്ങൾ മുന്നോട്ട് വെച്ച ആശയം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രി ശ്രീ വാസവൻ അദ്ദേഹം രാജിവെക്കണമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ പുറത്താക്കണമെന്നുമായിരുന്നു. സാർ, ഇന്ന് ഞങ്ങൾ ആ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ദേവസ്വം മന്ത്രി, കാരണം 2024-25 കാലത്ത് ഗുരുതരമായ ക്രമക്കേടുകൾ ഹൈക്കോടതി കണ്ടെത്തിയ സാഹചര്യത്തിൽ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നും SITയുടെ മീതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്മേലുള്ള സമ്മർദ്ദം അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ സമരത്തിലാണ് എന്ന വിവരം ഞങ്ങൾ അങ്ങയെ അറിയിക്കുന്നു. സാർ, ഞങ്ങൾക്ക് സഭാ നടപടികളുമായി ഞങ്ങൾക്ക് സഹകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പ്രതിപക്ഷത്തിന്റെ അവകാശമാണ് റൂൾ 50 പ്രകാരം അടിയന്തര പ്രമേയം കൊണ്ടുവരിക എന്നതെന്നും ആ അവകാശം എന്തുകൊണ്ടാണ് പ്രതിപക്ഷം വിനിയോഗിക്കാത്തതെന്നും മന്ത്രി MP രാജേഷ് ചോദിച്ചു. പ്രതിപക്ഷത്തിനുള്ള അവകാശമാണ് റൂൾ 50 പ്രകാരം അടിയന്തര പ്രമേയം കൊണ്ടുവരാനുള്ളത്. ആ അവകാശം ഉപയോഗിക്കാൻ ഭയപ്പെട്ട പ്രതിപക്ഷം പാർലമെന്റേതരമായിട്ടുള്ള നടപടികളാണ് ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. സർ, ചരിത്രത്തിൽ അത്യപൂർവമായിട്ട് ഒരു പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിനുള്ള അവകാശം വിനിയോഗിക്കാതിരുന്നിട്ടുള്ളൂ. അതിനുള്ള ധൈര്യം ഈ പ്രതിപക്ഷത്തിനില്ല. തുടർന്ന് CK ഹരീന്ദ്രൻ MLA അവതരിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കലിന് മന്ത്രി MP രാജേഷ് മറുപടി നൽകി. മഹാത്മാഗാന്ധിയുടെ പേരൊഴിവാക്കി പദ്ധതിയുടെ അന്തസ്സത്ത തകർക്കുന്ന തരത്തിൽ പരിഷ്കരിച്ച ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി സംസ്ഥാനങ്ങളുടെ മേൽ കടുത്ത സാമ്പത്തിക ബാധ്യത അടിച്ചേൽപ്പിക്കുന്നതിനെതിരെ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തേണ്ടതിന്റെ ആവശ്യകത സംബന്ധിച്ച് CK ഹരീന്ദ്രൻ MLA അവതരിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കലിന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി MP രാജേഷ് മറുപടി നൽകി. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിച്ച് തൊഴിൽ ഉറപ്പില്ലാതെയും തൊഴിലാളികളുടെ അവകാശങ്ങളാകെ കവർന്നെടുത്ത് രാജ്യത്തെ ഗ്രാമീണ മേഖലയിൽ ജീവിക്കുന്ന കോടിക്കണക്കിന് ദരിദ്രരുടെ ജീവിതമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ തകർത്തെറിഞ്ഞിരിക്കുന്നത്. ഇന്നത്തെ നിലയിൽ സംസ്ഥാന സർക്കാരിന് ഇപ്പോൾ ഉള്ളതിനേക്കാൾ 3544 കോടി രൂപയുടെ അധിക ബാധ്യത ഉണ്ടാകും എന്നാണ് കണക്കാക്കിയിട്ടുള്ളത്. ഇന്നത്തെ നിലയിൽ നടപ്പാക്കണമെങ്കിൽ ഇന്ന് സഭയിൽ വന്ന 4 സബ്മിഷനുകൾക്ക് അതത് വകുപ്പ് മന്ത്രിമാർ മറുപടി നൽകി. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചയ്ക്ക് ഇന്ന് തുടക്കമായി. ഗവർണറുടെ പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപം TP രാമകൃഷ്ണൻ MLA അവതരിപ്പിച്ചു. വിജ്ഞാനാധിഷ്ഠിത വികസിത നവകേരളം സൃഷ്ടിക്കാനുള്ള ജൈത്രയാത്ര തുടരുമെന്നതിന്റെ പ്രഖ്യാപനമാണ് ഗവർണറുടെ നയപ്രഖ്യാപനമെന്ന് അദ്ദേഹം പറഞ്ഞു. തുടർച്ചയായ 10 വർഷം പൂർത്തിയാക്കുന്നത് പിണറായി വിജയൻ നയിക്കുന്ന സംസ്ഥാന സർക്കാർ വിജ്ഞാനാധിഷ്ഠിത വികസന നവകേരളം സൃഷ്ടിക്കാനുള്ള ജൈത്രയാത്ര തുടരുക തന്നെ ചെയ്യും. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് നടപടികൾ പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു.
മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ച ഉപക്ഷേപം അംഗീകരിച്ച് 23/1/2026 ചേരാനിരുന്ന സഭാ സമ്മേളനം റദ്ദാക്കി ഇനി ചൊവ്വാഴ്ച ചേരുമെന്ന് സ്പീക്കർ അറിയിച്ചു. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ച ചൊവ്വാഴ്ച തുടരും. സർ, പ്രതിപക്ഷത്തിന് സഭ നടത്താതിരിക്കലാണ് ആവശ്യം എന്നാണ് തോന്നുന്നത്. എന്തോ പ്രത്യേക ആവശ്യം അവർക്കുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നാളെ ഒഴിവാക്കി ചൊവ്വാഴ്ച ചേരുന്നതായിരിക്കും നല്ലത്. നന്ദിപ്രമേയത്തിലുമുള്ള ചർച്ച ഇനി ചൊവ്വാഴ്ച തുടരുന്നതാണ്. സഭ ഇപ്പോൾ പിരിയുന്നതും 2026 ജനുവരി 27 വീണ്ടും ചേരുന്നതുമാണ്. ഇന്നത്തെ നിയമസഭാ വിശേഷങ്ങൾ പൂർത്തിയായി. നമസ്കാരം.